കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത് കുപ്പിയിലെ എണ്ണ എടുത്ത് പപ്പ അമ്മേരെ പുറത്തൂടെ വീത്തി കൊടുത്ത് ഇങ്ങനെ അടിക്കണ സാധനം ഇട്ട് കത്തിച്ചു എന്നാണ് പറഞ്ഞത്. കത്തിച്ചിട്ട് പപ്പ എടുത്ത് വെള്ളത്തിൽ ഇട്ടെന്ന്, എന്നിട്ട് പപ്പയും ചാടിയെന്നാണ് പറഞ്ഞത്. മുന്നേ വാടക വീട്ടിൽ വെച്ച് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് എന്തോ ഇഷ്യൂ ആയി, കസാരയിട്ട് ചേച്ചിയുടെ കയ്യിലൊക്കെ അടിച്ച് അങ്ങനെ 9 സ്റ്റിച്ചല്ലേ അമ്മ ഉണ്ടായിരുന്നു. അന്ന് കേസായില്ല. അവൻ ഭയങ്കര ഇതായിരുന്നു, പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പറ്റിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊക്കെ വന്ന് പിന്നെ ആ സമയത്ത് നമ്മൾ അവരെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്, രണ്ടാക്കാന്നൊക്കെ പറഞ്ഞ്. ഇവൻ വെയിൻ കട്ട് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നു, നീ ഇത് കാണ്. അല്ലാതെ തന്നെ നമ്മൾ ഒരു ദിവസം അവള് വിളിച്ചായിരുന്നു വീട്ടിൽ, അമ്മേനെയാണ് വിളിച്ചത്. അമ്മ കൊച്ചിനെ അടിച്ച് കൊല്ലാണ്, ഓടി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ എന്നെ വിളിച്ച് ഞാനും അമ്മയും ചേട്ടനും കൂടെയാണ് പോയപ്പോഴത്തേക്കും കൊച്ചിനെ അടിച്ച് കവാലത്തിൽ പാടുണ്ടായിരുന്നു, അടിച്ചതിൻ്റെ പാട്. പിന്നെ അടിച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പം അടിച്ചിട്ട് ചവിട്ടി തള്ളിയിട്ടെന്ന്. അപ്പോഴാ നെറ്റിയിൽ ഒരു മുഴച്ച പാടുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പ്രശ്നമായതാ. അന്ന് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അപ്പം അവൻ പറഞ്ഞ്, ഇവിടെ നിങ്ങൾ എന്ത് രണ്ടാക്കാൻ വന്നയാണോ, ഇവളെയും കൊച്ചിനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മരത്തിൽ തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ട് അവൾ പേടിച്ച് പൊക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിട്ടതാ. ഇപ്പം നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവർ തങ്ങളിലുള്ള ഈ മെനഞ്ഞാന്ന് നടന്ന വഴക്കിന് കാരണം എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഇതില് അവിടെ അവന്റെ വീട്ടിന്റെ അടുത്താണ് വസ്തു മേടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നത്. അത് ടോക്കൺ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് എഴുതുന്ന കേസ് കുഞ്ഞിന്റെ പേരിലും കൂടെ എഴുതാം. അത് പക്ഷേ 1 മാസം കഴിഞ്ഞിട്ട് ആധാറിന്റെ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആധാറും കൂടെ വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞ് ഇരുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ പേരിലും കൂടെ എഴുതുന്നു എന്ന് പറഞ്ഞ് അത് എന്തോ തർക്കമായിട്ടുണ്ടായിരുന്നു. മോൾക്ക് 18 വയസ്സാകുമ്പോഴത്തേക്കും വിവാഹം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടുമായി. കല്യാണവും വിളിച്ച് 10 ദിവസം ഉള്ളപ്പോഴത്തേക്കാണ് ഇവനുമായിട്ട് സ്നേഹത്തിലായി പോകുന്നത്. പോയി കഴിഞ്ഞ് ഇവൻ പോയി പിന്നെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്, നമ്മൾ മോളല്ലേ കൊണ്ടുവന്ന് അവർ കഴിയിട്ടെന്ന് വിചാരിച്ച്. അപ്പോഴവിടെ മുതൽ ഇവർ കുറച്ച് ദിവസം അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് കൂടെ വരും. വന്നിട്ട് 10,000 20,000 ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ പണിയുന്ന സൈറ്റിൽ വരും, പൈസ വാങ്ങി അതെല്ലാം കൊടുക്കും. എന്നിട്ട് ഞാൻ ഒരു മോതിരം അവന് കൊടുത്ത്, അത് വിറ്റ് വായിക്കെടുത്ത്. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ നടന്ന് കറങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കതിന് ആട്ടോ മേടിക്കണം. അഡ്വാൻസ് കൊടുക്കാൻ 10,000 രൂപ എൻ്റെ നിന്ന് മേടിച്ചിട്ട് പോയി അത് കൊണ്ടുപോയി അഡ്വാൻസ് കൊടുത്ത് വണ്ടി ഇറങ്ങണേൻ്റെ അന്ന് അതിൻ്റെ പണി തീർക്കാൻ വേണ്ടി, വണ്ടി ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പണി തീർക്കാൻ വേണ്ടി പൈസ ഞാൻ കൊടുക്കണം. അതിനും 10,000 രൂപ മേടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവളുടെ പേരിന് ശകലം സ്ഥലങ്ങൾ കൊടുത്തിരുന്നു. അത് വിറ്റ പൈസ പൈസ കൈ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് പേഴ്ചയിൽ പോയി 3 മാസം കഴിയുമ്പോൾ അവൻ തിരിച്ചു വന്നത്. ഈ വസ്തു വിറ്റ പൈസ കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ തിരിച്ചു വന്നത്. തിരിച്ച് വന്നിട്ട് ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഉപദ്രവിച്ച് കൈയൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ ആയിട്ട് നിന്ന്. അത് കഴിഞ്ഞ് പിണങ്ങിയൊക്കെ ഞാൻ പറഞ്ഞു വീട്ടിൽ കയറി പോകലെന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഈ മനുവനും മോളും കൂടെയൊക്കെയാണ് വിളിച്ച് സംസാരിച്ച് സോൾവ് ആക്കി വീണ്ടും വന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദിവസം അങ്ങനെ നിന്നിട്ട് പിന്നെ പൈസയ്ക്ക് വേണ്ടി പ്രശ്നം തുടങ്ങി. അവള് പറഞ്ഞു കുഴപ്പമില്ല, അവക്ക് കുഞ്ഞിന് അച്ഛനില്ലാണ്ടാവും, ആ ഒരു പേടിയായിരുന്നു. അവള് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് അച്ഛനില്ലാതാവും. അത് അവള് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. കൊച്ചിന് വേണ്ടിയിട്ട്, കൊച്ചിന് ലേറ്റായി കിട്ടിയാണ്, 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ ഭയങ്കര കുഞ്ഞിനെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ അമ്മ ഓപ്പറേഷൻ ആയിരുന്ന അല്ലേ? കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞപ്പോഴായിരുന്നു ഹാർട്ടിൻ്റെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഹാർട്ടിൻ്റെ വാൽവിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ വാൽവ് മാറ്റി വെച്ച ഓപ്പറേഷൻ ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് അതും ഇങ്ങനെ ക്രിട്ടിക്കലിലോട്ട് പോയതായിരുന്നു. അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വന്നതായിരുന്നു. പൈസയ്ക്ക് ഓടിക്കൊണ്ട് നടന്നു. അവള് പലിശയ്ക്ക് പൈസ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കുടുംബശ്രീയിൽ നിന്ന് എടുത്തോണ്ട് തരാമെന്നും പറഞ്ഞ് ഞാൻ 40,000 രൂപ എടുത്തോണ്ട് കൊടുത്ത്. അത് രാഷ്ട്രീയ പോയിട്ട് അയച്ചു തരാം, അടുത്ത മാസം തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല. അടുത്ത് ഈ വസ്തു അവർ ലോൺ എടുത്ത് അത് ലേലം നോട്ടീസ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വസ്തു വിറ്റതാണ്. വിറ്റ് ലോൺ അടച്ചിട്ട് ബാക്കി പൈസ അവളെ പേരിന് അക്കൗണ്ടിൽ കിടന്ന പൈസ എടുത്ത് കിടക്കണത് അറിഞ്ഞും കൊണ്ട് അവൻ വന്ന് അവളെ അക്കൗണ്ടിൽ കിടന്ന പൈസ കുറേ അവൻ എടുത്ത് ചിലവാക്കിയിട്ട് പിന്നെ ബാക്കി കിടന്ന പൈസ ഞാൻ അവളെ നിന്ന് എഴുതി വാങ്ങിച്ച് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ട് പിന്നീട് വഴക്കുണ്ടാക്കി 60,000 രൂപ വേണമെന്നും പറഞ്ഞ് വോട്ട് കൊടുക്കാൻ വേണമെന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ കൊടുത്ത് 60,000 രൂപ കൊടുത്ത്. അതിനുശേഷം 10,000 5,000 രൂപ വെച്ച് 3-4 തീരെ അങ്ങനെ പൈസ എടുത്തായിരുന്നു. ഇല്ല അവള് ചെയ്യൂല, എനിക്ക് ഉറപ്പാണ്. അവള് ഓപ്പറേഷത്തിന് തന്നെ അത്ര കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കറിയാം അവള് ചെയ്യൂല. അവള് വേദന സഹിച്ചവളാണ്. അതുകൊണ്ട് ഇനി അവളൊന്നും അങ്ങനെ ഒന്നും ചെയ്യൂല. ഇവള് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവള് പറയൂല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും കഥ കുടച്ചിൽ ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ. ഒരിക്കൽ കൈ അടിച്ചോടിച്ച ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലായതല്ലേ ഉപദ്രവം ഉണ്ട് എന്നുള്ള കാര്യം? അപ്പോഴും മനസ്സിലായായിരുന്നു. പിന്നെ അവളോട് പോണ്ടാന്ന് എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഇവിടെ വേണ്ട, അവൻ അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് പെരിയുടെ മാച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഇവിടെ ആകെ ഉണ്ടായിരുന്ന വസ്തു വിറ്റ് ഒരിക്കൽ കൊടുത്തതല്ലേ? അതാണ് ഇപ്പൊ വിറ്റ്. അവര് ലോൺ എടുത്ത് ലേലം നോട്ടീസ് വന്നപ്പോഴാണ് വിറ്റത്. മോക്ക് 18 വയസ്സാകുമ്പോഴത്തേക്കും വിവാഹം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടുമായി. കല്യാണവും വിളിച്ച് 10 ദിവസം ഉള്ളപ്പോഴത്തേക്കാണ് ഇവനുമായിട്ട് സ്നേഹത്തിലായി പോകുന്നത്. പോയി കഴിഞ്ഞ് ഇവൻ പോയി പിന്നെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഓളല്ലേ കൊണ്ടുവന്ന് അവർ കഴിയിട്ടെന്ന് വിചാരിച്ച്. അപ്പോഴവിടെ മുതൽ ഇവർ കുറച്ച് ദിവസം അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് കൂടെ വരും. വന്നിട്ട് 10,000 20,000 ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ പണിയുന്ന സൈറ്റിൽ വരും, പൈസ വാങ്ങി അതെല്ലാം കൊടുക്കും. എന്നിട്ട് ഞാൻ ഒരു മോതിരം അവന് കൊടുത്ത് അത് വിറ്റ് വായിക്കെടുത്ത്. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ നടന്ന് കറങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കതിന് ആട്ടോ മേടിക്കണം. അഡ്വാൻസ് കൊടുക്കാൻ 10,000 രൂപ എൻ്റെ നിന്ന് മേടിച്ചിട്ട് പോയി അത് കൊണ്ടുപോയി അഡ്വാൻസ് കൊടുത്ത് വണ്ടി ഇറങ്ങണേൻ്റെ അന്ന് അതിൻ്റെ പണി തീർക്കാൻ വേണ്ടി, വണ്ടി ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പണി തീർക്കാൻ വേണ്ടി പൈസ ഞാൻ കൊടുക്കണം. അതിനും 10,000 രൂപ മേടിച്ചുകൊണ്ട് പോയി. തിരിച്ച് വന്നിട്ട് ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഉപദ്രവിച്ച് കൈയൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ ആയിട്ട് നിന്ന്. അത് കഴിഞ്ഞ് പിണങ്ങിയൊക്കെ ഞാൻ പറഞ്ഞു വീട്ടിൽ കയറി പോകലെന്ന് പറഞ്ഞപ്പോൾ ഇവന് ഈ മനുവനും മോളും കൂടെയൊക്കെയാണ് വിളിച്ച് സംസാരിച്ച് സോൾവ് ആക്കി വീണ്ടും വന്നത്. ഞാൻ അവളുടെ റിസൾട്ടും കൊണ്ട് പോയപ്പോഴത്തേക്കും അകത്തോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോഴത്തേക്ക് കണ്ടോളാൻ പറഞ്ഞു. അപ്പം ജസ്റ്റ് കാലൊക്കെ എടുത്ത് പൊക്കി വെച്ച് മറ്റേ ഡ്രസ്സ് ചെയ്ത് എന്തോ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അപ്പം പറഞ്ഞ് ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് എന്നെ മനസ്സിലായാന്ന് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ച്. എങ്ങനെയുണ്ട്, വേദന ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. ഇത് ചന്തു ചേട്ടൻ തീ കൊളുത്തിയാണോന്ന് ചോദിച്ച്. അപ്പോൾ അവൾ തലയാട്ടി കാണിച്ച്. അവൾ അതിന് റെസ്പോണ്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിനെ നിനക്ക് കാണണ്ടേ? അതിനും അവൾ തലയാട്ടി കാണിച്ച്. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നമുക്ക് ഭർത്താവ് കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നമുക്കിനി അങ്ങോട്ട് പോകണ്ട, വന്നിട്ട് ഞാൻ നോക്കിക്കോളാം, ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ അവൾ തലയാട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. മൊത്തം പൊള്ളലായിരുന്നു, മുഖമൊക്കെ വികൃതമായി പോയായിരുന്നു. നാക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ തള്ളി എല്ലാം ഫുള്ള് പഞ്ഞിയിൽ മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇടയിൽ കൂടെ ഞാൻ കണ്ടപ്പോഴത്തേക്കും കൈയൊക്കെ ഒരുമാതിരി തൊലിയൊക്കെ ഇങ്ങ് പോയി, മുടിയൊക്കെ പോയി, തലയിലൊന്നും മുടിയൊന്നുമില്ല, മുഖം മൊത്തം തൊലിയൊക്കെ പോയി, കണ്ണൊന്നും കാണാൻ പറ്റാതെ കണ്ണൊക്കെ പോയി ഇങ്ങനെ തള്ളി. മക്കളെ ചന്തുചേട്ടൻ തീ കൊളുത്തിയാണോന്ന് ചോദിച്ചു. ചന്തുചേട്ടൻ നിന്നെ കത്തിച്ചാടിയെന്ന് ചോദിച്ചു. അപ്പോഴെൻ്റെ കൊച്ചു തലയാട്ടി കാണിച്ചു. അവൾ ഒരിക്കലും അത് ചെയ്യൂല. അവള് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവളാണ്. അവള് പറഞ്ഞു കൊച്ചിന് വേണ്ടി ജീവിക്കുമെന്ന്. 10 വർഷം കഴിഞ്ഞ് കിട്ടിയ കൊച്ചാണ്.
അവൾ ഒരിക്കലും ചെയ്യില്ല. അവൾ അറിയാവുന്ന ആർക്കും അറിയാം അവൾ ഇത് ചെയ്യൂല. നമുക്കിതിനൊരു ഇത് വേണം, അവൾക്കൊരു നീതി കിട്ടണം. ലൈറ്റർ ഇട്ട് കത്തിച്ചേണമെന്ന്, അതിന് എണ്ണയെന്നേ അറിയാവൂ. കുപ്പിയിൽ എണ്ണ വീത്തിയിട്ട് ഇങ്ങനെ അടിക്കുന്ന സാധനം അതിട്ട് കത്തിച്ചിട്ട് കത്തിച്ച് ഓടിക്കിടന്ന് വിളിച്ചപ്പോഴത്തേക്കും എടുത്ത് കിണറ്റിയിട്ടെന്നാണ് പറഞ്ഞത്. കിണറ്റിയിട്ടിട്ട് പപ്പ ഓടിയെന്നാണ് പറഞ്ഞത്. ആനാട് മൂഴിയിൽ ഭർത്തൃവീട്ടിൽ ആ യുവതിക്ക് സംഭവിച്ചതെന്ത്? ഇപ്പോൾ വലിയ ദുരൂഹതകളാണ് പുറത്തു വരുന്നത്. സംഭവം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൗമ്യയുടെ മകൻ നൽകുന്ന സൂചനകളാണ് ആ കുടുംബം നമ്മോട് പങ്കുവച്ചത്. മുൻകാല അനുഭവങ്ങളും മോന്റെ മൊഴിയും വെച്ച് കുടുംബം കാര്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് അവർ പരാതിയും നൽകിയിട്ടുണ്ട്.